വർഗീയവാദികളുടെ കെണിയിൽ സർക്കാർ വീണോ? തക്കം പാർത്തു പതുങ്ങി നിന്ന വർഗീയ ശക്തികൾ അവസരം മുതലാക്കുകയാണോ? ഹിജാബ് വിവാദത്തിൽ എവിടെയാണ് പിഴച്ചത്? സുവർണാവസരം കാത്തിരിക്കുന്ന ശക്തികൾ ആരെല്ലാം? ചോദ്യങ്ങൾ പലതാണ്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടെ സമവായം രൂപപ്പെട്ടതാണ്. മാളം തുറന്ന് പുറത്തേക്ക് വന്ന വർഗീയ പാമ്പുകൾ പത്തി താഴ്ത്തി മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അതാ വരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ കുറിപ്പ്. ഹിജാബ് ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ വരാമെന്നും അതിൻ്റെ നിറവും രൂപവും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം എന്നുമായിരുന്നു സർക്കുലർ. വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രിയുടെ കുറിപ്പ്. ഇതോടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹിജാബ് ധരിക്കാൻ കുട്ടികളെ അനുവദിക്കുന്ന ഉത്തരവ് വേണം എന്ന ആവശ്യവുമായി SDPI ഇറങ്ങി. ക്രിസ്ത്യൻ മുസ്ലിം വിഷയമായി ഇത് മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട BJPയും ഇത് ദേശീയ തലത്തിൽ തന്നെ ഉന്നയിച്ചു. കാസ അടക്കമുള്ള സംഘടനകളും മറ്റൊരു ഭാഗത്ത് നിരന്നു. അപകടം തിരിച്ചറിഞ്ഞ മന്ത്രി ഇന്നു രാവിലെയും ഉച്ചയ്ക്കുമായി നിലപാട് മയപ്പെടുത്തിയെങ്കിലും വിഷയം കൈവിട്ടുപോയിരുന്നു. അവസരം മുതലാക്കി മന്ത്രിയെ വെല്ലുവിളിച്ച മാനേജ്മെൻറ്റും രംഗത്തെത്തി.